അമ്മേ, ക്ഷമിക്കണം. അവരെന്നെ കൂട്ടമായിട്ട് ആക്രമിച്ചപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് സാരി പിടിച്ചു വാങ്ങിയതും കൈ കെട്ടിയതും. സത്യത്തിൽ അപ്പം അമ്മ വന്നില്ലായിരുന്നെങ്കിൽ സാരി പിടിച്ചു വാങ്ങിയത് ആ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു നന്ദി വാക്ക് പോലും പറയാൻ കഴിഞ്ഞില്ലല്ലോ. ഇവിടെ ഒന്നും പറ്റില്ലല്ലോ അല്ലേ? ഇനി നമുക്ക് ധൈര്യമായിട്ട് പോസ്റ്റ് ഒട്ടിക്കാം. ആ ഗുണ്ടകളൊക്കെ ഓടിച്ചിട്ടും ജഗനെന്താ മോഡൗട്ട്? അല്ല, നീ കോളേജിൽ പോകുന്നില്ലേ? നല്ല ചോദ്യം. ചേച്ചിയെ കാണാൻ ഇന്ന് രാജീവ് സാറും ഫാമിലിയും വരുമ്പോഴാണോ ഞാൻ കോളേജിൽ പോകുന്നേ? നീ ഈടെയായിട്ട് പഠിത്തത്തിൽ നന്നായിട്ട് ഉഴപ്പുന്നുണ്ട്. അത് പിന്നെ സോഷ്യൽ സർവീസിനൊക്കെ പോകുമ്പോ ഇടയ്ക്കൊക്കെ ക്ലാസ് കെട്ടേണ്ടി വരും. പക്ഷേ ജീവിതത്തിന്റെ അടിത്തറയാണ് വിദ്യാഭ്യാസം. അത് മുടക്കിക്കൊണ്ടുള്ള സാമൂഹ്യ സേവനമൊന്നും ഒട്ടും ശരിയല്ല. വെറുതെ ജീവിതം പാഴാക്കരുത്. ജീവിതം പാഴാക്കുന്നത് ചേച്ചിയല്ലേ? 7 ജന്മം കഴിഞ്ഞാലും സ്വപ്നം കാണാൻ പോലും ആവാത്ത ഒരു വിവാഹബന്ധം വന്നിട്ട് യാതൊരു താല്പര്യമില്ലാതെ മുറിയടച്ചിരിക്കുകയല്ലേ? എന്തോർത്തിട്ടാ ഈ ഇരിപ്പെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓർക്കുന്നത് എന്റെ ജാതകദോഷം തന്നെയാ. ദോഷക്കാരിയായി ഞാൻ രാജീവ് സാറിന്റെ വീട്ടിൽ ചെന്ന് കയറിയ അവിടെ എന്തെങ്കിലും അനിഷ്ടം ഉണ്ടാവോ? അതാ എന്റെ ചിന്ത. എന്നാ അതൊക്കെ അങ്ങ് മറന്നേക്കും മോളെ. ദേവിയുടെ തൃപ്പാദങ്ങളിൽ വെച്ച് പൂജിച്ചു വാങ്ങിയ പട്ടുസാരി ഇത്. നിന്നെ കെട്ടാൻ പോകുന്ന പയ്യന്റെ കയ്യിന്ന് ഈ സാരി വാങ്ങി ധരിക്കണം. ധരിച്ച വന്ദനയുടെ ജീവിതത്തിൽ പിന്നെ ദുരിതങ്ങളും അനിഷ്ടങ്ങളും ഒന്നും ഉണ്ടാവില്ല. ദാമ്പത്യ ജീവിതം ഒരു വിഘ്നങ്ങളും ഇല്ലാതെ മുന്നോട്ടു പോകും. സംശയിക്കണ്ട, ജ്യോതിഷത്തിൽ നല്ല ജ്ഞാനമുള്ള തിരുമേനിയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. വിശ്വസിക്കാം മോളെ. അമ്മേ, അത് ചേച്ചി ഇനി ഒന്നും പറയണ്ട. ചേച്ചിയുടെ ദോഷത്തിനുള്ള പരിഹാരം അമ്മ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടുത്തെ പൂജാമുറിയില് ഈ സാരി വെച്ച് പ്രാർത്ഥിക്കാ വേണ്ടത്. അതെ, വാ പൂജാമുറിയിലേക്ക് പോകാം. വാ. മോളി സാരി ഏറ്റുവാങ്ങി ദേവിയുടെ മുൻപിൽ സമർപ്പിക്കുക. അമ്മയുടെ സ്നേഹവും ആത്മവിശ്വാസമൊക്കെ കാണുമ്പോൾ എന്റെ മനസ്സിലെ ആശങ്കയും കുറയുന്നുണ്ട്. എല്ലാം ശുഭകരമായി നടക്കുന്ന വിശ്വാസവും എനിക്കുണ്ട്. മതി, അത് മതി. എത്രയോ നാളായി ചേച്ചിയുടെ നാവുകൊണ്ട് കേൾക്കാൻ കൊതിച്ച വാക്കുകളാ ഇന്ന് കേട്ടത്. എല്ലാം ദേവിയുടെ അനുഗ്രഹ. വർഷേ, കാലക്കേട് മാറിയപ്പോ ദേവിയും കണ്ണു തുറന്നു. മാധവേട്ടൻ എന്താ ഒരു ഉത്സാഹക്കുറവ്? എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നീ പോയി പയ്യനെയും കൂട്ടരെയും സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ നോക്ക്. പെട്ടെന്നായിക്കോട്ടെ.
ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. 10 ലക്ഷത്തിന്റെ ചെക്ക് ഒപ്പിട്ട് കിട്ടിയതുമില്ല. ഇവിടെ വന്ദനയ്ക്ക് കല്യാണം ഉറയ്ക്കാൻ പോകുന്നു. കല്യാണം നടത്താനുള്ള പണം എങ്ങനെയുണ്ടാക്കും? ഭഗവാനെ, കൈവിട്ടല്ലേ. നമസ്കാരം. 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 വാമനെ. നമസ്കാരം. നമസ്കാരം. ഇതാണോ വന്ദന തമ്പുരാട്ടിയുടെ മണിമാളിക? വെരി വെരിച്ചി. വൃത്തിയും വെടുപ്പും ഇല്ലാത്ത പരിസരം. കോടീശ്വരന്റെ ഭാര്യ വീടാണ് പോലെ. അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്താൻ ഞാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ദരിദ്രവാസി പെണ്ണ് നമ്മുടെ വീട്ടിൽ വലതുകാല് വെച്ച് കയറില്ല. അനുവദിക്കില്ല ഞാൻ. ഒന്ന് പതുക്കെ പറ രാഗി. പയ്യന്റെ സ്വന്തം പെങ്ങളാ നീ. പുതുപ്പെണ്ണിന്റെ സ്വന്തം നാത്തൂൻ. നാത്തൂന്റെ റോള് നന്നായിട്ട് അഭിനയിക്കണം നീ. ഇരിക്കാതെ കേറി വാ. ഇതെന്റെ അമ്മയാണ്, സരോജിനി അമ്മ. നമസ്കാരം. മൂത്ത മകൻ പ്രകാശ്, ഭാര്യ സുചിത്ര. നമസ്കാരം. മകൻ ഗോകുൽ, ഇളയ മകൻ മനോജ്, ഭാര്യ ഹരിത. നമസ്കാരം. ഇളയ മോൾ വർഷ. നമസ്കാരം. ഇത് വിനു. ഇവനും ഈ കുടുംബത്തിലൊരു അംഗം തന്നെയാണ്. മാധവ, ഇവനൊരു മിണ്ടാപ്രാണിയാണെന്ന കാര്യം മറച്ചു വെക്കണ്ട. അതിനെന്താ, അതൊക്കെ ദൈവനിശ്ചയങ്ങളല്ലേ. ഭഗവാനെ. അതെ. ഇതെന്റെ ഒരേ ഒരു സഹോദരിയാ, രാഖി. ഹായ്. ഭർത്താവ് സാഗർ. ഹായ്. രാഖി, അത് കൊടുക്കും. ആ, നാത്തും തന്നെയാണല്ലോ ഇത് ചെയ്യേണ്ടത്. കവറിന്റെ പുറത്ത് പേരെഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു തരാം. ഇത് അമ്മയ്ക്ക്, ഇത് മാധവന്, ഇത് വന്ദനയുടെ അമ്മയ്ക്ക്. ഇത് മനോജിന്. വർഷയ്ക്ക്. അതെ, മുണ്ട് ഷട്ടോ. അച്ഛൻ എന്തിനാ കൂടെ കൂടെ അകത്തേക്ക് നോക്കുന്നത്? മനസ്സിലായി, വന്ദനാന്റിയെ നോക്കുന്നതല്ലേ? എനിക്ക് വന്ദനെ ഒന്ന് സ്വകാര്യമായി കണ്ടാ കൊള്ളായിരുന്നു. അതിനെന്താ, ആകാലോ. പക്ഷേ വാ.
പണ്ടൊക്കെ പെണ്ണിന്റെ കൂട്ടർക്ക് പുതുവസ്ത്രം കൊടുക്കുന്നതേ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു. ഇപ്പോ കല്യാണത്തിന് മുമ്പും ആ പതിവൊക്കെ തുടങ്ങിയോ? അതെ മുത്തശ്ശേ, കാലം മാറിയില്ലേ? ഇപ്പൊ പെണ്ണിന് ഒരു കല്യാണം അല്ലല്ലോ, മഞ്ഞള് കല്യാണം, മുളക് കല്യാണം, വെളുത്തുള്ളി കല്യാണം, അങ്ങനെ കല്യാണങ്ങൾ പലതല്ലേ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ. മൈ ഗോഡ്, വാട്ട് എ സർപ്രൈസ്! വന്ദന തന്നെയാണോ ഈ നിൽക്കുന്നത്? ഓഫീസിൽ വരുന്ന വൃത്തിയും ചേലുമില്ലാത്ത മുഷിഞ്ഞ മുഖമുള്ള വന്ദനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അണിഞ്ഞൊരുങ്ങിയപ്പോ പ്രായമൊന്നും അറിയാനേ പറ്റുന്നില്ല. നിന്നെ നാത്തൂനായി കിട്ടാൻ പോകുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു വന്ദന, സത്യം. അല്ല വർഷേ, ചേച്ചി ഒരുക്കി കഴിഞ്ഞില്ലേ? അതോ ഇനിയും എനിക്ക് പണിയുണ്ടോ? കഴിഞ്ഞു. നിങ്ങൾ സംസാരിക്കേ. വന്ദനെ, എന്നെ ഒരിക്കലും ഒരു ശത്രുമായി കാണരുത്. നിന്റെ ഗുണത്തിന് വേണ്ടി സംസാരിക്കാനാണ് ഞാൻ വന്നത്. വീട്ടുകാരുടെ ശക്തമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് നീ ഈ ബന്ധത്തിന് സമ്മതിച്ചതെന്ന് എനിക്കറിയാം. ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല, പൂർണ്ണമായ സംതൃപ്തിയോടെ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചേ. അങ്ങനെയാണോ? ഈ വിവാഹം നടന്ന ദിയമോളുടെ രണ്ടാം അമ്മയായി നിനക്ക് ജീവിക്കാം. പക്ഷെ രാജീവേട്ടന്റെ ഭാര്യയായി സന്തോഷത്തോടെ ഒരു അന്തി പോലും ഉറങ്ങാൻ നിനക്ക് കഴിയില്ല. സ്വന്തം സഹോദരനെ കുറിച്ച് ദൂഷ്യം പറയുന്നല്ലോ എന്ന് നീ ചിന്തിച്ചേക്കാം. പക്ഷെ നമ്മളിരുവരും സ്ത്രീകളാണ്. ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റൂ. ബിസിനസ്, പണം, ദിയമോൾ, അതിലൊതുങ്ങുന്നതാണ് എന്റെ ഏട്ടന്റെ ജീവിതം. സ്വന്തം ഭാര്യയെ സ്നേഹിക്കാനോ അവളുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനോ ഏട്ടന് ഒരു താല്പര്യവുമില്ല. അതിനുള്ള സാമർഥ്യവും ഇല്ല. ഭർത്താവിൽ നിന്ന് പരിഗണന പോലും കിട്ടാത്ത മുരട്ടിച്ച ഒരു ജീവിതം, അതാണോ നീ ആഗ്രഹിക്കുന്നത്? അതിനേക്കാൾ ഭേദമല്ലേ ഒറ്റത്തടിയായി ഈ ജീവിതം? അങ്ങനെ ഒരാളെയാണ് എനിക്ക് വിധിച്ചതെങ്കിൽ അതും സ്വീകരിക്കും ഞാൻ. എന്നാലും നീ ഈ വിവാഹത്തിന് സമ്മതിക്കും അല്ലേ? സമ്മതിക്കും, അതേ നിവൃത്തിയുള്ളൂ. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ. നിന്നെ ഞാൻ വാഴിക്കില്ലടേ. സുമിത്രേ, ഈ സാരിക്ക് എന്ത് വിലയായി കാണും? എനിക്കറിയില്ല. കൂടിയ സാരിയാ, എന്തായാലും നല്ല വിലയായി കാണും. കോടീശ്വരനാ ഈ രാജീവ് മേനോൻ. ഈ ബന്ധം നമുക്ക് വളരെ ഗുണം ചെയ്യും. അച്ഛാ, അച്ഛന് രാജീവ് അങ്കിളിന്റെ പണം കൂടെ കൂടെ അടിച്ചു മാറ്റുകയും ചെയ്യാം. നിന്നെ ഞാനുണ്ടല്ലോ. അയ്യോ ഓടാ പ്രകാശേട്ടാ. എന്തായാലും കൊള്ളാം. ഹരിതേ, ഈ സാരി വളരെ കോസ്റ്റ്ലിയാ.
ചുരുങ്ങിയത് ഒരു 10,000 രൂപയെങ്കിലും ആവും. ഓ പിന്നെ 10,000 ഉലുവ. ഇവിടെ ഉള്ളവർക്ക് ഇത് വലുതായിരിക്കും. ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സാരിയുടെ വില പോലും ഇതിന് കാണില്ല. വന്ദന ആന്റി, വന്ദനെ കെട്ടാൻ പോകുന്ന ചെക്കനെ കയ്യും കാലും കണ്ണും കാഴ്ചശക്തിയും കേൾവിശക്തിയൊക്കെ ഉണ്ടോടാ? ഓ, ഞാൻ ആരോടാ ഈ പറയുന്നത്? മുത്തശ്ശി, ഓ, എന്റെ കൈക്കും കാലിനും ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ കാഴ്ചയും കേൾവിയും ഒക്കെ അത്യാവശ്യമുണ്ട്. അത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്റെ മോനെ. തന്റെ പേരക്കുട്ടിയെ കെട്ടാൻ പോകുന്ന പയ്യൻ എന്തെങ്കിലും കുറവുള്ളവനാണോ എന്ന ആകാംക്ഷ ഏതു മുത്തശ്ശിക്കും ഉണ്ടാവും. അത്രയുള്ളൂ അല്ലേ? വന്ദനയുടെ അച്ഛന് എന്തെങ്കിലും ടെൻഷനുണ്ടോ? എന്തേലും ഇഷ്ടക്കേട്? ഏയ് അങ്ങനെയൊന്നുമില്ല. വന്ദനയുടെ ഇഷ്ടം തന്നെയാ ഞങ്ങളുടെ ഇഷ്ടം. അക്കാര്യത്തിലും എന്റെ മോൻ ഭാഗ്യവാന്. സ്നേഹമുള്ളൊരു പെണ്ണിനെ മാത്രമല്ല, സ്നേഹമുള്ള ഒരു കൂട്ടം ആൾക്കാരെയാ ഇവന് ബന്ധുക്കളായി കിട്ടാൻ പോകുന്നത്. എനിക്ക് വന്ദനയായിട്ടൊന്ന് തനിച്ച് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇനി അതിന് ആരുടെ അനുവാദമൊന്നും ആവശ്യമില്ല. സംസാരിച്ചോളൂ. വന്ദനെ, എത്രയോ കാലമായി നമ്മൾ പരസ്പരം കാണുന്നു. അപ്പോഴൊക്കെ നമുക്കിടയിൽ മുതലാളിയും തൊഴിലാളിയും എന്ന അതിർവരമുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊരു വേർതിരിവുള്ളതായി വന്ദനയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ ബന്ധത്തിന് വന്ദനയുടെ പൂർണ്ണമായ സമ്മതമുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാമോ? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല സർ. ഇപ്പോഴും സാറിനെ എന്റെ ബോസായി മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഈ വിവാഹത്തിന് സമ്മതം മൂളുമ്പോ എന്റെ മനസ്സ് മുഴുവനും തീയുമ്പോളായിരുന്നു. ഭാര്യ മരിച്ചതിൽ പിന്നെ ഒരിക്കലും ഒരു പുനർവിവാഹത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ദൈവത്തിന് തുല്യം ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ അമ്മയുടെ ഒറ്റ നിർബന്ധം, പിന്നെ ദിയമോളുമായി വന്ദനമായിട്ടുള്ള ഒരു കളങ്കമില്ലാത്ത അറ്റാച്ച്മെന്റ്, ഇവ രണ്ടും എന്നെ പുനർവിവാഹത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. ഇനി എന്നെ സാറെന്ന് വിളിക്കരുത്. അടഞ്ഞുപോയ വാതിൽ നിരദൈവമായി തുറന്ന് വന്ദന എൻ്റെ മോളുടെയും ജീവിതത്തിലേക്ക് കടക്കുകയാണ്, യാതൊരു നിബന്ധനകളും ഇല്ലാതെ.
വന്ദന ആന്റി.